സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിലോ, ഒരാള് മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അത് തെറ്റല്ലേ? തീർച്ചയായിട്ടും വോട്ട് തന്നെയാണ്. അത് ആ പേര് പറഞ്ഞാലും എന്ത് പേര് പറഞ്ഞാലും സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് പല രേഖകളും കാണിച്ച ആൾക്കാർ പറഞ്ഞ് പ്രസന്റേഷൻ നടത്തിയാലും ആളുകൾ വിശ്വസിക്കുന്നില്ല. അത് നടന്നത് ഒരു ഗുണ്ടായിസമാണ്. വോട്ട് ചോരി നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും വോട്ട് ചോരി അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് വോട്ട് ചോരി നടന്നിട്ടുണ്ട് എന്ന് ഒരാള് വളരെ രേഖകളും കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. ഇത് നടന്നിട്ടില്ല എന്ന് അവർ അതുപോലെ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത്. എന്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ മുന്നിൽ വന്ന് സംസാരിക്കുന്നു? കോടതിയിൽ എന്തുകൊണ്ട് പോകുന്നില്ല? അതിനൊരു കോൺട്രാഡിക്ടറി ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. അപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്ത ഒരു വലിയ തെറ്റല്ലേ? എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കുന്നില്ല? എങ്കിൽ രാഹുൽ ഗാന്ധി ചെയ്ത ഒരു വളരെ ഹീനമായിട്ടുള്ള ഒരു തെറ്റല്ലേ? ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ക്രമക്കേടുണ്ട് എന്ന് പറയുന്ന ആരോപണം ഇന്ത്യയിലെ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഗാന്ധി ഹാജരാക്കിയില്ല. ഈ പറഞ്ഞ രേഖകൾ ഹാജരാക്കുന്നതിന് വരെ രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത ഈ ഒരു കൊടുത്ത കമ്പനി ആ ഡാറ്റ തെറ്റാണെന്നാണ് പറഞ്ഞത്. ആ ഡാറ്റ തെറ്റാണെന്ന് പറഞ്ഞു. കാര്യത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ഭരണഘടനയെ അട്ടിമറിച്ചു എന്നൊരാൾ പറയുന്നുണ്ട്. ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ്യത കാണിക്കുന്ന ഭാഗമായ ഇൻസ്റ്റിറ്റ്യൂഷനായ ഇലക്ഷൻ കമ്മീഷൻ തെറ്റ് കാണിച്ചു എന്ന് ഒരാൾ, ഇന്ത്യയിൽ ആരോ ആവട്ടെ, എ ഓർ ബി, ഒരാൾ വന്നു ഒരു പബ്ലിക് ആയിട്ടൊരു വേദിയിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്തതിന്റെ പേര് രാജ്യദ്രോഹം എന്നല്ലേ? അതൊരു കേസ് നടക്കുന്നുണ്ട്. രാജ്യദ്രോഹമാണ്. ഇപ്പൊ രണ്ടാമത്തെ ഒരു നിങ്ങളുടെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വെട്ടുന്ന വ്യക്തി ആരാണെങ്കിലും, ആരുടെ പേര് വെട്ടിക്കഴിഞ്ഞാലും ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ UAPA ചുമത്തുമെന്നാണ് പറയുന്നത്. അത് ഫാസിസമായിട്ട് തോന്നുന്നുണ്ടോ? സോറി, ഒന്നുകൂടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയും. വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇപ്പൊ എന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളതാണ്, അത് വെട്ടിപ്പോയി. അപ്പൊ അതിന് വെട്ടിപ്പോയി കഴിഞ്ഞാൽ, അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ, അതൊരു കാരണവും ഇല്ലാതെ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെട്ടുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ, അതായത് നിയുക്തമായിട്ടുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ UAPA വകുപ്പ് ചുമത്തുന്നതാണ് നിങ്ങൾ സെക്കൻഡ് മാനിഫെസ്റ്റോ പറയുന്നത്. ഇത് അങ്ങനെ വെട്ടുന്നത് എന്തിനാണ് എന്നുള്ളതല്ലേ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. ശരിക്കും എന്തുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടേണ്ട അവസ്ഥ ഉണ്ടാവുക? ഇപ്പൊ നമ്മൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഇലക്ഷനിൽ തന്നെ SIT കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു. SIR കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു. അത് എന്തുകൊണ്ടാണ് പലർക്കും എനിക്ക് വോട്ടില്ല എന്ന് വോട്ടേഴ്സ് ബൂത്തിൽ പോയപ്പോ മാത്രം, പോളിംഗ് ബൂത്തിൽ പോയപ്പോ മാത്രം പലരും അറിഞ്ഞത് എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. ഇപ്പൊ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വോട്ടിംഗ് ലിസ്റ്റിൽ പേരില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ രേഖ, ഒന്നാമത്തെ കാര്യം ഞാൻ എടുത്ത് പറയാം, SIR എന്നൊരു സംഭവം ഉണ്ട് നമ്മുടെ കേരളത്തിൽ നമ്മൾ കൊണ്ടുപോകും. അത് ഫില്ലായിട്ട് പൂരിപ്പിച്ചിട്ടുണ്ടാവില്ല. ഇനിയിപ്പോ ഇത് പൂരിപ്പിച്ച് കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് വരാത്തതെന്ന് വെച്ചാൽ അതൊരു അന്വേഷണമാക്കേണ്ടതാണ്. ഇതിപ്പോ SIRന്റെ രേഖ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു, ഞാൻ എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടും ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോ എന്റെ പേര് അതിലില്ലെങ്കിൽ അതൊരു ക്രൈമാണ്. അതോക്കെ. അതേസമയം അതൊരു ക്രൈമാണ്. അതേസമയം വോട്ടർ ലിസ്റ്റിന് പേരില്ലാത്തതിന്റെ കാര്യം എന്ന് പറയുമ്പോ ഒന്നില്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ട വ്യക്തികളായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇരട്ട പേര് ഉണ്ടാകാം. അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ ഇപ്പൊ കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ വീട്ടിൽ ഇവിടെ, അപ്പൊ കല്യാണം കഴിച്ച് അവിടെയും ചേർത്ത് കഴിഞ്ഞാൽ രണ്ടുപേരുടെ പേര് ഒരു സമയം വന്നു കഴിഞ്ഞാൽ അത് അയോഗ്യരാക്കപ്പെടും. SIR എന്നുള്ള സംഭവം ഇത് പുതുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ നമ്മുടെ കേരളത്തില് ഇടതുപക്ഷവും വലതുപക്ഷവും SIRനെ എതിർത്തു. അത് എന്തുകൊണ്ട് എതിർത്തേ? ഞാൻ ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷത്തിന്റെ ആശയങ്ങൾ പങ്കുവെക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ സ്റ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ രേഖകളെല്ലാം ജെനുവിനാണ്. എന്നിട്ടും എന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വെട്ടിയെങ്കിൽ അതൊരു ക്രൈമാണ്, അതൊരു തെറ്റാണ്, എന്റെ അവകാശം ലംഘിച്ചാണ്. ഇത് ഒരാളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിലോ, ഒരാള് മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അത് തെറ്റല്ലേ? തീർച്ചയായിട്ടും വോട്ട് ചോരി തന്നെയാണ്. അത് ആ പേര് പറഞ്ഞാലും എന്ത് പേര് പറഞ്ഞാലും സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് പല രേഖകളും കാണിച്ച ആൾക്കാർ പറഞ്ഞ് പ്രസന്റേഷൻ നടത്തിയാലും ആളുകൾ വിശ്വസിക്കുന്നില്ല. അത് നടന്നത് ഒരു ഗുണ്ടായിസമാണ്.
വോട്ട് ചോരി നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? See, അല്ല, തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നു. വോട്ട് ചോരി ഫസ്റ്റ് ആയിട്ട് ഇതിന്റെ അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് വോട്ട് ചോരി നടന്നിട്ടുണ്ട് എന്ന് ഒരാള് വളരെ രേഖകളും കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. ഇത് നടന്നിട്ടില്ല എന്ന് അവർ അതുപോലെ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നില്ല. ഇപ്പൊ രേഖകൾ നടന്ന് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ആ പറഞ്ഞൊരു വ്യക്തി, നമുക്കിവിടെ പേര് പറയണം, നമുക്ക് രണ്ടുപേർക്ക് മനസ്സിലായി ആരാ കൊണ്ടുവന്നുള്ളത് മനസ്സിലായി. അപ്പൊ ആ കൊണ്ടുവന്ന ആള് പറയുന്ന ഒരു കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കർണാടകയില് ഒരു സ്ത്രീയുടെ പേരില് 2 വോട്ടേഴ്സിന്റെ അതുണ്ടെന്നാണ് പറയുന്നത്. അത് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്ത്രീയുടെ ഇതേപോലത്തെ സംഭവം, അതായത് ഒരു ഭർത്താവിന്റെ അതും ഒരു ഭാര്യയുടെ അതും, ഭാര്യ വീടും പിന്നെ ഒന്ന് കല്യാണം കഴിച്ച് പോയതിന്റെ ആ വീട്ടിലുള്ളതാണ്. പക്ഷെ ആ സ്ത്രീ രണ്ടിടത്തും ഒരേപോലെ വോട്ട് ചെയ്തു എന്നാണ് ആ ഒരു വ്യക്തി പരാമർശിച്ചത്. ആദ്യത്തെ വാദം അതാണ്. പക്ഷെ ഇത് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഒരിടത്തേ വോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരിടത്ത് വോട്ട് ചെയ്ത് 2 വോട്ട് ചെയ്തെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അതുമല്ല, ഒരു വീട്ടിൽ 80ഓളം പേര് ഒരുമിച്ച് താമസിക്കണമെന്ന് പറഞ്ഞു. അത് അവിടെ ചെന്നു. അത് നമ്മുടെ ഇവിടുത്തെ 24 ന്യൂസ് ചാനൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് അത് കള്ളമാണെന്ന് പറഞ്ഞു. പിന്നെ അതുമല്ല, ഇതെല്ലാം ഓപ്പൺ ചലഞ്ച് ആയിട്ട് വെക്കാം. ഓപ്പൺ ചലഞ്ച് ആയിട്ട് വെച്ചിട്ട് നമ്മുടെ ജ്ഞാനേഷ് കുമാറിനെ ആണല്ലോ, ജ്ഞാനേഷ് കുമാർ എന്നല്ലേ അയാളുടെ പേര് നമ്മൾ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ജ്ഞാനേഷ് കുമാർ ഒരു ഓപ്പൺ ചലഞ്ച് കൊടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു മാരത്തൺ പോലെ അല്ലെങ്കിൽ ഓപ്പൺ ചലഞ്ച് ആയിട്ട് ഞങ്ങളോട് സംസാരിക്കുന്നു പറഞ്ഞപ്പോ ഓപ്പൺ ചലഞ്ച് ആയിട്ട് സംസാരിക്കാനായിട്ട് ഈ പറഞ്ഞ വ്യക്തികൾ ആരും വന്നില്ല. ഇതിപ്പോ ഇങ്ങനെ ഒരു രേഖ ഉണ്ടാക്കി, ആ ഒരു രേഖ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് സ്പെസിഫൈ ചെയ്ത് കോർട്ടിൽ പോകുന്നില്ല? എന്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ മുന്നിൽ വന്ന് സംസാരിക്കുന്നു? കോടതിയിൽ എന്തുകൊണ്ട് പോകുന്നില്ല? അതിനൊരു കോൺട്രാഡിക്ടറി ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. അപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്ത ഒരു വലിയ തെറ്റല്ലേ? എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കുന്നില്ല? എങ്കിൽ രാഹുൽ ഗാന്ധി ചെയ്ത ഒരു വളരെ ഹീനമായിട്ടുള്ള ഒരു തെറ്റല്ലേ? ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ക്രമക്കേടുണ്ട് എന്ന് പറയുന്ന ആരോപണം ഇന്ത്യയിലെ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം കോടതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു മതിയായ രേഖകൾ രാഹുൽ ഗാന്ധിയോട് ഹാജരാക്കാൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഹാജരാക്കിയില്ല. ഈ പറഞ്ഞ രേഖകൾ ഹാജരാക്കുന്നതിന് വരെ രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത ഈ ഒരു കൊടുത്ത കമ്പനി ആ ഡാറ്റ തെറ്റാണെന്നാണ് പറഞ്ഞത്. ആ ഡാറ്റ തെറ്റാണെന്ന് പറഞ്ഞു. കോടതിയിലും കൊടുത്തു കഴിഞ്ഞത് എനിക്കറിയാം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ മറുചോദ്യം ചോദിക്കുന്ന അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, കാരണം ഈ ഒരു രാഹുൽ ഗാന്ധിക്ക് ഒരു ഡാറ്റ നമ്മളെല്ലാം കണ്ട വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ബോർഡിൽ നമ്മളെല്ലാരും കണ്ടതാണ്. ഒരു ബൾക്ക് പേപ്പർ കൊണ്ടുവന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു സംഭവം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമാണ്, വലിയൊരു ഇഷ്യൂ ആവുകൊണ്ട് ഇത് കോടതിയിലെത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും രാഹുൽ ഗാന്ധി കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു, ഹാജരാവ്, നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് നിങ്ങൾ കാണിക്കാൻ പറഞ്ഞു. പക്ഷെ അപ്പൊ അങ്ങനെ കാണിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും കാണിക്കാൻ തെളിവുകൾ കാണിച്ചില്ല. പകരം ഈ രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത കമ്പനി പറഞ്ഞ ഇത് തെറ്റാണ്, അതായത് ഞങ്ങൾ പഴയ ഏതോ അതിന്റെ വെച്ചിട്ടാണ് ഞങ്ങൾ നോക്കിയത്, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോ സംഭവിച്ചതാന്ന് പറഞ്ഞു. ആ വാദം വോട്ട് ചോരിയുടെ അവിടെ പോയി. പിന്നെ അതുമല്ല, ഞാൻ വേറൊരു കാര്യം പറയാം. തീർച്ചയായിട്ടും അതായത് ഇപ്പൊ ഈ പറഞ്ഞു, ഈ കോടതിയിൽ തെളിഞ്ഞ പല കേസുകൾ അല്ലെങ്കിൽ കോടതി വന്നതിന് ശേഷം തെറ്റായി പോയെന്നുള്ള പല കാര്യങ്ങളും നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കാണുന്നുണ്ട്. എനിവേ, ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ഭരണഘടനയെ അട്ടിമറിച്ചു എന്നൊരാൾ പറയുന്നുണ്ട്. ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ്യത കാണിക്കുന്ന ഭാഗമായ ഇൻസ്റ്റിറ്റ്യൂഷനായ ഇലക്ഷൻ കമ്മീഷൻ തെറ്റ് കാണിച്ചു എന്ന് ഒരാൾ, ഇന്ത്യയിൽ ആരോ ആവട്ടെ, എ ഓർ ബി, ഒരാൾ വന്ന് ഒരു പബ്ലിക് ആയിട്ടൊരു വേദിയിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്തതിന്റെ പേര് രാജ്യദ്രോഹം എന്നല്ലേ? അതൊരു കേസ് നടക്കുന്നുണ്ട്. രാജ്യദ്രോഹമാണ്. ആ കേസിൽ ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒപ്പം തന്നെ ആ ഒരാൾക്ക് ഇരട്ട പൗരത്വം ഉണ്ടെന്നുള്ള മറ്റൊരു കേസും കൂടി വന്നിട്ടുണ്ട്. ഇരട്ട പൗരത്വം ഇന്ത്യയിലെ ആളെ പേര് ഞാൻ പറയുന്നില്ല. പിന്നെ അതുമല്ല, ആ ആള് ഈ വോട്ട് ചോരി പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ആളുടെ അമ്മ, അതൊരു വിവാദമായ കാര്യം തന്നെയാണ്. ആ ആളുടെ അമ്മ 1983 ആ ആളുടെ അമ്മയ്ക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്, ഇന്ത്യൻ പൗരത്വം കിട്ടുന്നത്. ആ ആളുടെ അമ്മ 1980 ആ ആളുടെ അമ്മ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു. ആ ഒരു ഇലക്ഷനിൽ വോട്ട് ചെയ്യുകയും ചെയ്തു. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അന്നത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ സിക്കേന്ദ്ര ആയിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ RK ത്രിവേദി ആയിരുന്നു. അപ്പോ ഏറ്റവും വലിയ വോട്ട് ചോരി ആദ്യം നടത്തിയതാരാ? ഇങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ പല കാര്യങ്ങളും, ഇപ്പോ ഒരു ഇലക്ഷന് മത്സരിക്കണമെങ്കിൽ ഒരാൾ സത്യവാങ്മൂലം കൊടുക്കണം, അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത അടക്കം. ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ പൂർണ്ണമായും വിശ്വാസമുണ്ടോ?
ഇല്ല, എനിക്ക് വിശ്വാസമില്ല. ചായക്കടക്കാരന്റെ മോനെന്ന് ഒരിക്കലും ഇല്ല. അയാൾ ഡിഗ്രി കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നില്ല. ഇന്ത്യയിലെ രാജ്യത്തെ പൗരനാണ് ഞാനത് വിശ്വസിക്കുന്നില്ല. ഇത് നമ്മൾ ഒരു കാര്യത്തിൽ ഇങ്ങനെ അങ്ങനെ റൂട്ട് പിടിച്ച് പോവുകയാണെങ്കിൽ ഒരുപാടുണ്ട്. എന്റെ ചോദ്യം ഇതായിരുന്നില്ല. എന്റെ ചോദ്യം, ഇന്ന് ഒരു കാറിന് ഇഡിയുടെ ഒരു കാറിന് കല്ലെടുത്തെറിഞ്ഞാൽ അവനെതിരെ വരെ രാജ്യദ്രോഹം എടുക്കുന്നുണ്ട്, രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നുണ്ട്. രാജ്യദ്രോഹ കുറ്റം അല്ല ഇപ്പൊ എന്തേലും ആവട്ടെ, രാജ്യദ്രോഹപരമായിട്ട് ഒരു ചെറിയ കാര്യം ചെയ്താലും അവനെ ആദ്യം കൊണ്ടിടുന്നത് തീഹാർ ജയിലിനകത്താണ്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഇതിനേക്കാളും ഒക്കെ വളരെ വലുതാണ്. ഒരു പക്ഷെ നമ്മുടെ ദേശീയതയെ സൂചിപ്പിക്കുന്ന ദേശീയ സിംബൽസിനെ അപമാനിക്കുന്നതിനടക്കം ഉള്ള ഒരു വലിയ തെറ്റാണ്. അയാൾ ജയിലിലാണോ? അയാൾ ജയിലിലാണോ? അയാൾ ആരാന്നും കൂടി പറയും. രാഹുൽ ഗാന്ധി ജയിലിലാണോ? രാഹുൽ ഗാന്ധി ജയിലിലല്ല. പക്ഷെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പല പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെയില്ല. ഞാൻ അംഗീകരിക്കുന്നു, രാഹുൽ ഗാന്ധി ഇവിടെയില്ല. പക്ഷെ രാഹുൽ ഗാന്ധിക്കെതിരെ പല കേസുകളുണ്ട്, ഇപ്പോഴും അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന രാഹുൽ ഗാന്ധി തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വോട്ടർ ലിസ്റ്റിന്റെ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരുപാട് കേസുകളുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസുകൾ തള്ളിപ്പോയതിന്റെ ലിസ്റ്റുമില്ലേ? തള്ളിപ്പോയ ലിസ്റ്റുണ്ട്, പക്ഷെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് അവസാനിപ്പിക്കാൻ അതും കൂടിയാണ്. ഇപ്പൊ ഈ ഒരു സംഭവം, അതായത് വോട്ടർ ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞു, അപ്പൊ അത് ഞാൻ ഫാസിസം ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അത് ഫാസിസം ആണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പേര് വെട്ടിക്കളയുന്നത് ഫാസിസം ആണെങ്കിൽ, തിരിച്ച് നിങ്ങൾ കാണിച്ചതൊരു ഗുണ്ടായിസമാണ്, നിങ്ങൾക്കെതിരെ ഗുണ്ട ആക്ട് എടുക്കുമെന്ന് പറയുന്നതും അതൊരു ഫാസിസം അല്ല. മറ്റത് ഫാസിസം അല്ല എങ്കിൽ ഇത് ഫാസിസമല്ല, അത് ഫാസിസമാണെങ്കിൽ ഇത് ഫാസിസമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിപ്പോ കോൺഗ്രസും CPM ബാക്കി എല്ലാ പാർട്ടിയും, നമ്മുടെ ഉമർ ഖാലിദ് എന്ന് പറഞ്ഞ ഒരാള്, അതായത് ഡൽഹിയിലെങ്ങാണ്ടോ ഒരു പ്രസംഗം നടത്തി കഴിഞ്ഞപ്പോ ഒരു രാജ്യവിരുദ്ധമായിട്ട് സംസാരിച്ചു. അയാളുടെ പേരിൽ UAP ചുമത്തിയിട്ടുണ്ട്. അപ്പൊ ആ UAP ചുമത്തി കഴിഞ്ഞപ്പോ പലരും പറഞ്ഞ ഫാസിസം നടപടിയാണ്. അതിന് വിശ്വസിക്കണ്ടോ? എനിക്ക് ഈ പർട്ടിക്കുലർ ഇഷ്യൂ എനിക്ക് അറിയത്തില്ല. അതായത് ഉമർ ഖാലിദ് എന്താണ് അയാൾ പറഞ്ഞ കോണ്ടെക്സ്റ്റ്? രാജ്യത്തിന്റെ ഒരാളായിട്ട് എല്ലാവരും അതായത് പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അതാണ് ഈ പോയിന്റ് ആണ് പ്രശ്നം. പലയിടത്തും എന്താണ് പ്രകോപനം ഉണ്ടാക്കി ആ ഒരു സെന്റൻസ് എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം. രാജ്യദ്രോഹം കാണിച്ച ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ഫാസിസം അല്ല. പക്ഷെ അയാൾ പറഞ്ഞ പോയിന്റ് അടങ്ങിയിരിക്കരുത്. ഇന്ത്യക്കെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങള് സമരത്തിലിറങ്ങണം, തെരുവിലിറങ്ങണം എന്നാണ് ഉമർ ഖാലിദ് പറഞ്ഞത്. അത് ഫാസിസം ആണോ അല്ലയോ? ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ആൾ, ഇന്ത്യക്കെതിരെ ചെയ്യണമെന്ന് പറഞ്ഞ ഒരാൾ അകത്താവണമെന്ന് പറയുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അത് ഫാസിസം. ഏതാ? അത് ഫാസിസം ആണോ? ആര് ചെയ്തതാണോ? ഉമർ ഖാലിദ് ചെയ്തതാണോ? ഉമർ ഖാലിദ് പറഞ്ഞിട്ടുണ്ട്. ഉമർ ഖാലിദ് പറഞ്ഞതാണോ ഫാസിസം? ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്തതാണോ ഫാസിസം? ഉമർ ഖാലിദിനെ പറഞ്ഞു കഴിഞ്ഞപ്പോ UAP കുറ്റം ചുമത്തിയിട്ട് ആ ചുമത്തിയത് BJP ഫാസിസം എന്നല്ലേ പറഞ്ഞത്? ചുമത്തിയത് ഫാസിസം ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്തത് ഫാസിസം എന്നല്ലേ പറഞ്ഞത്? അതെ അതെ, ആണോ അല്ലയോ? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്റെ പേരിലാണ് ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫാസിസം അല്ല, അത് രാജ്യസ്നേഹമാണ്. അതാണ് പറയേണ്ടത്. അത് രാജ്യസ്നേഹം, അതാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ എന്തെങ്കിലും ഒരു വാക്ക് ഇന്ത്യ എന്നും മുസ്ലിം എന്നും പറഞ്ഞതിന്റെ പേരിൽ അതിന് രാജ്യദ്രോഹവുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഞാനും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ചെയ്ത് അതാണ് ആദ്യം പറഞ്ഞത്. എന്തെങ്കിലും ഇപ്പൊ ഞങ്ങളെ രാജ്യദ്രോഹികൾ എന്ന് പറയുന്നുണ്ട്. എന്ത് കാര്യത്തിന് ഞങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് രാജ്യദ്രോഹം ഉണ്ടോ? ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെ, ഇന്ത്യയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കെതിരെ, ഈ തെറ്റായിട്ടുള്ള പ്രവണതകൾക്കെതിരെ, നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ലേ? അങ്ങനെ സംസാരിച്ചാൽ ഉടനെ ഞങ്ങൾ എങ്ങനെയാണ് രാജ്യദ്രോഹികളാവുന്നത്? ഞങ്ങളുടെ പേരിൽ പ്രചരിക്കുന്ന ഇതുണ്ട്, സ്ക്രീൻഷോട്ടുകളുണ്ട്. അതിനകത്ത് പാകിസ്ഥാനികളാണ് ഈ പാർട്ടിയിൽ കൂടുതൽ അംഗമാവുന്നത്. അത് വിശ്വസിക്കാനും ഒരു കൂട്ടം ആളുകളുണ്ടെന്നുള്ള ധൈര്യത്തിന്റെ പുറത്താണ് അവർ ഫോളോവേഴ്സ് ഞാനും കണ്ടിരുന്നു. പാകിസ്ഥാനികൾ ബംഗ്ലാദേശികളാണ് ഭൂരിഭാഗം എന്നും കണ്ടിരുന്നു. പക്ഷെ ആ ഒരൊറ്റ അതുകൊണ്ട് മാത്രം നിങ്ങളെ ഞാൻ രാജ്യദ്രോഹികൾ എന്ന് ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ എവിടെയും പറയുകയില്ല. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിലെ ഒരു ശബ്ദമായിട്ട്, അതിപ്പോ ഏത് ഭരിക്കുന്ന പാർട്ടി ആണെങ്കിലും ആ ഒരു പാർട്ടി നല്ലതും ചീത്തയും കാണിച്ചു കഴിഞ്ഞാൽ, നല്ലത് കാണിച്ചാൽ നമ്മൾ നല്ലതെന്ന് പറയണം, ചീത്ത കാണിച്ചു കഴിഞ്ഞാൽ അതൊരു പാർട്ടി നോക്കാതെ, ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയണം. ഇനി ഞാൻ പറഞ്ഞുതരാം. ഉമർ ഖാലിദ് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിന്റെ പുറത്ത് അവരെ അകത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫാസിസം അല്ല. പക്ഷേ
ഞങ്ങൾ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സിന്റെ പുറത്ത് ഞങ്ങളെയും ആ പട്ടം ചാർത്തി അകത്താക്കാൻ നോക്കുന്നത് ഫാസിസമാണ്. നോക്കിയിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഈ പേര് പറയുന്നില്ലേ, ഈ പേര് പറയുന്നില്ലേ? നോക്കിയിട്ടുണ്ടോ? രാജ്യദ്രോഹി എന്ന് പറയുന്നുണ്ട്. അതൊരു തെറ്റായ അത് തെറ്റല്ലേ? അത് ഫാസിസമല്ലേ? പക്ഷെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? രാജ്യദ്രോഹി പട്ടം അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല, രാജ്യദ്രോഹി എന്ന് വിളിക്കുന്ന നല്ല സ്റ്റേറ്റ്മെന്റ് ആണ്, ഞാൻ എവിടെയും പറയുന്നില്ല. പക്ഷെ രാജ്യദ്രോഹി എന്ന് വിളിച്ചിട്ട് നിങ്ങൾ UAP നിയമം ചുമത്തി അകത്താക്കി തന്നെയാണ്. അവര് ChatGPT ഉണ്ടാക്കിയ ഒരു ഫ്ലോ ചാർട്ടും കൊണ്ടുവന്നാൽ അത് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല ഇവിടത്തെ ജുഡീഷ്യറി എന്ന് അറിയാവുന്നവർ. ഞങ്ങളെ തളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കിന്റെ പേരാണ് നേരത്തെ പറഞ്ഞ ആന്റി ഇന്ത്യൻ എന്നുള്ളത്. ഞങ്ങൾ അങ്ങനെ അല്ല. ഞങ്ങൾ വീണ്ടും പറയുന്നു, സംഘപരിവാറിന്റെ അജണ്ടക്കെതിരെ ഞങ്ങൾ ഇനി ശബ്ദമായിട്ട് വരുത്തും. അങ്ങനെ വരുമ്പോൾ ഞങ്ങളെ ആന്റി ഇന്ത്യൻ എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ വളരെ വൃത്തികെട്ട ഒരു തന്ത്രമാണ്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നുണ്ട് അങ്ങനെ. കാരണം ശബ്ദിക്കുന്നവർക്കെതിരെ ആ തന്ത്രത്തിനെ ഫാസിസം എന്ന് വിളിക്കുന്നു. ആ ഒരു തന്ത്രത്തെയാണ് നിങ്ങൾ ഫാസിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓക്കെയാണ്. കാരണം എതിർ ശബ്ദമായി കഴിഞ്ഞാൽ അതിനെ നിശബ്ദനാക്കാനായിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു. യഥാർത്ഥ തെളിവുകളില്ലാതെ വ്യക്തിവൈരാഗ്യം തീർക്കാനായിട്ടും പാർട്ടി വിരോധം തീർക്കാനായിട്ടും നിങ്ങളെ രാജ്യവിരോധി അല്ലെങ്കിൽ രാജ്യദ്രോഹി എന്ന് മുദ്ര കുത്തി നിങ്ങളെ നാളെ ഒരിക്കൽ അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വരും. അറസ്റ്റ് ചെയ്തു, അതിന്റെ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഈ അറസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടതാണ്, അത്യാവശ്യം വരുമാനത്തിൽ മര്യാദയ്ക്ക് സമാധാനത്തോടെ ജീവിക്കുന്ന ഒരാൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ പ്രതിഷേധത്തിനൊപ്പം അണിചേരുന്നു. അയാൾ ഒരു വിദേശ രാജ്യത്ത് ജോലി ചെയ്യുകയാണ്. എംബസി വഴി പോലും അയാൾക്കെതിരെ അറ്റാക്ക് ഉണ്ടാവുകയും അയാളുടെ PR ക്യാൻസൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അഭിജിത് ദീപിയുടെ കാര്യമല്ല, ഇനി കേരളത്തിലുള്ള ഒരു സാധാരണക്കാരൻ ആരെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇല്ല പറയത്തില്ല. അയാളുടെ ഫ്രീഡത്തിന് ഞാൻ കൈ ചെയ്യുന്നില്ലേ. അയാൾ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ കേന്ദ്ര ഭരണത്തിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞ് എംബസി തലത്തിൽ അയാൾക്കെതിരെ അറ്റാക്ക് കേന്ദ്രത്തിനെതിരെ സംസാരിക്കുകയും കോക്രോച്ച് പാർട്ടിയിൽ അംഗമാവുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അത്തരത്തിലുള്ള അറ്റാക്ക് ഉണ്ടാവുന്നു, പേഴ്സണലൈസ്ഡ് അറ്റാക്ക് ഉണ്ടാവുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന അറ്റാക്ക് ഞങ്ങൾ ബോധരാവാറില്ല. ഞങ്ങളുടെയൊക്കെ സോഷ്യൽ മീഡിയ നിരന്തരമായി ബാൻ ആവാറുണ്ട്. ആഴ്ചയിൽ ബാൻ ആവും, പിന്നെ റിക്കവർ ആയിട്ട് വരുന്നതാണ്. അത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള ഒരു കാര്യമല്ല. പക്ഷേ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത് തീർത്തും തെറ്റാണ്, അത് ഫാസിസമാണ്. അറസ്റ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, അറസ്റ്റ് പോലെ തന്നെയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഞാനും യോജിക്കുന്നു, അത് ഫാസിസം തന്നെയാണ്. ഇനി അങ്ങനെയുള്ള സംഭവം ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ ഒരു സംഭവം നാളെ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഫാസിസം ചുമത്തി നിങ്ങളെ UAP ചുമത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ നിങ്ങൾക്കെതിരെ രംഗത്ത് വരുന്നതായിരിക്കും, നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് നിതിൻ നോബിളാണ്. അപ്പൊ നമുക്ക് CJP പാർട്ടിയുടെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടു. അപ്പൊ നമ്മൾ ഇത്രയും വലിയൊരു സമയം റെസ്പോൺസ് നൽകിയതിന് നന്ദിയുണ്ട്.